ഹലോ, അപ്പം ഞങ്ങളിപ്പോൾ ലുലുവിലാണ്. ഞങ്ങൾ ലുലുവിന് ജസ്റ്റ് ഒന്നുകൂടെ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നേരെ കൊച്ചിയിലെത്തിയപ്പോൾ ലുലുവൊക്കെ ഒന്ന് കൊച്ചി ലുലു മൊത്തം ഒന്ന് കറങ്ങി നേരെ നല്ല ചട്ടിച്ചോറ് കിട്ടും അല്ലേ. നമുക്ക് കൊച്ചിയിലത്തെ ചട്ടിച്ചോറ് കഴിക്കുന്ന ഒരുപാട് ആഗ്രഹം. ആലുവ കുറ്റിപ്പുറം നമ്മുടെ നാട്ടിൽ നിന്ന് കഴിച്ചപ്പോൾ ചട്ടിച്ചോറ് കഴിച്ച് നേരെ അമൃതയുടെ ഫൺസപ്പോണ ടൈം ഷൂട്ട് കിടക്കുന്നുണ്ട്. നേരെ അങ്ങോട്ട് പോകണപ്പോൾ ചട്ടിച്ചോറ് കഴിച്ചുകളും ബാക്കി അമൃതയെ പോയിട്ടുള്ള ഷൂട്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അവിടെ ഡയാന ബിഷാരടി പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ബാസുവിനെ ഒക്കെ കാണണം, ഓഡിയൻസായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മളവിടെ പോയിട്ട് കാണാം. ഓക്കെ, ഇവിടെ സ്റ്റാൻഡപ്പ് കോമഡിക്കാണ് കൊണ്ടുപോയത്. പക്ഷേ അവൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഫ്ലോറൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ഇത്ര ഉള്ളൂ എന്നൊക്കെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ അടുത്തതിൽ സ്റ്റാൻഡപ്പായിട്ട് വരില്ല നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ലുലു നിങ്ങളൊന്ന് മൊത്തത്തിൽ കറങ്ങി കാണണ്ടല്ലേ. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ലുലുവിൽ ഫുൾ ടൈം തിരക്കാം. അന്ന് ചൊവ്വാഴ്ച ഇരുന്നാലും തിരക്കാം. അപ്പോൾ ഓക്കെ, കാണാം, ബാക്കി വീഡിയോസ് ആയിട്ട് വരാം. അപ്പം നേരെ നമ്മൾ ലുലുവിൽ ചട്ടിച്ചോറ് കഴിക്കാൻ പോകാം. ഓക്കെ, ചോറ് വരുന്നുണ്ട്. ഇത് ചട്ടിച്ചോറിൽ നമുക്ക് ഉണ്ട്. കഴിച്ചൊക്കെ എങ്ങനെ ഉണ്ടോക്കാം. ഉണ്ടോ എന്താ ബീഫ് എങ്ങനെ ഉണ്ടാക്കാം. ചിക്കനോ ഉണ്ടോ? തുടങ്ങിക്കോ. ബീഫ് നല്ല ടേസ്റ്റ് കേട്ടോ. എങ്ങനെയുണ്ട് ഷാഫിക്ക? അടിപൊളിയാ? മീൻകറി രസമുണ്ടോ? അങ്ങനെ ഞങ്ങൾ നേരെ അമൃത ടി വിയിലെ ഫൺസ് അപ്പോൺ എ ടൈം സെറ്റിലെത്തി. അവിടെ വിശാരടി ചേട്ടനും നമ്മുടെ ഡയറക്ടർ ഹരിചേട്ടൻ പിന്നെ നമ്മുടെ ഡയാന ചേച്ചി, ഡയാന ഹമീദ്, അതിൻ്റെ ആങ്കറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രതീഷ് കാരക്കാട് അവരൊക്കെ എല്ലാവരും ഉണ്ടാകും ഫുൾ ടീം. അതുപോലെ ഡയാന ഒരുപാട് എന്തൊക്കെ സംസാരിച്ചു. നിങ്ങൾ കുറേ സംസാരിച്ചു. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല പെരുമാറ്റം. ഒരു ആക്ട്രസ് ആണെന്നുള്ളൊരു ചിലർക്കൊരു അഹങ്കാരം പോലെയൊക്കെ ഉണ്ടാവില്ല, അധികം മിണ്ടാതെ. പക്ഷേ ഒരു നല്ല കൂട്ടുകാരികളെ പോലെ സംസാരിച്ചു. പിന്നെ ഇത് താത്തയും കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി എന്താന്നൊക്കെ ചോദിച്ചു. ഭയങ്കര രസമായിരുന്നു ഷൂട്ട്. ഹലോ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഫ്ലോറിലാണ്. എല്ലാവരും ഉണ്ട്. ഇതാ നമ്മുടെ ഫൺസ് അപ്പോൺ ഓഡിയൻസ്. എന്താ പറയുള്ളത് വാസോ? എക്സൈറ്റ്മെന്റിലാണ്. ആദ്യം ടി വിയിൽ കണ്ട് ഓഡിയൻസ് അല്ല, ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷെ അവൾക്ക് ടെൻഷനും പേടി. അപ്പോൾ ഓഡിയൻസായി രണ്ട് പരിപാടിയൊക്കെ കണ്ടിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട് അല്ലേ. ഷൂട്ടിംഗ് സെറ്റിൽ പിന്നെ പറയണ്ടല്ലോ, ഭയങ്കര രസമാണ്. എങ്ങനെയുണ്ട് അന്ന് എക്സ്പീരിയൻസ്? നമ്മുടെ ഡയറക്ടർ ഹരിയേട്ടനും അതുപോലെ രതീഷ് കാരക്കാട് ഫുൾ ടീമുമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ചേട്ടനെ ഞാൻ ടി വിയിൽ കണ്ടു പരിചയമുള്ളൂ, നേരിട്ട് കണ്ടപ്പോൾ നല്ല പെരുമാറ്റം. പിന്നെ രചന ചേച്ചി ആണെങ്കിലും, രചന നാരായണൻകുട്ടി അത് ജഡ്ജായിട്ട് വേറെ ഉണ്ടായിരുന്നു. ചേച്ചിയും ബിഷാരടി ചേട്ടനും ഡയാന ചേച്ചി എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ബിഹൈൻഡ് ദ സീൻസ്, അതായത് ഒരു ഷൂട്ടിൻ്റെ പിന്നിലുള്ള കാഴ്ചകൾ നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. നമ്മളിത് ഫുള്ള് ടി വിയിൽ സ്റ്റേജ് മാത്രം, അവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയി തോന്നി. എനിക്ക് ഇനി അവിടെ പോകാനായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നല്ല പെരുമാറ്റമായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഫൺസ് അപ്പോൺ എ ടൈം പരിപാടി പൊതുവെ കാണുന്നതായതുകൊണ്ട് തന്നെ അതിനോടൊരു ഇഷ്ടം കൂടി.